കാലത്തും ഭഗവാന്റേതായിട്ടുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ധർമ്മ സംസ്ഥാപനം ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിൽ ഈ കാലത്ത് ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്ന ഒരു കൂട്ടായ്മ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് LMRK എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് ഞാൻ ചെയ്യുന്നു, അദ്ദേഹം പറയുന്നതിനനുസരിച്ച് ഞാൻ ചെയ്യുന്നു. അദ്ദേഹം പറയുന്നത് എന്താ? അദ്ദേഹവും ഭഗവാന്റെ ആയുധമാണ്. നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ ആയുധങ്ങളായിട്ട് മാറേണ്ട കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. എനിക്ക് വരാനായിട്ടും അല്ലെങ്കിൽ ഭഗവാന്റെ മറ്റ് അവതാരങ്ങൾ ഉണ്ടാവാനായിട്ടും കാത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ളതല്ല LMRK. എനിക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. കാരണം നമ്മളാണ് ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങേണ്ടത്. ഭഗവാൻ എന്നെ ഇത് ഏൽപ്പിച്ചിരിക്കുന്നു, ഇത് എൻ്റെ കർത്തവ്യമാണ്, എനിക്കെൻ്റെ ധർമ്മത്തിന് വേണ്ടി ചെയ്യേണ്ടത് ഇതാണ്. എൻ്റെ ഉള്ളിലിരുന്ന് എൻ്റെ ഭഗവാൻ പറയുന്നുണ്ട് ഇത് ചെയ്യൂ, ഇത് ചെയ്യൂ. അത് കേൾക്കാനുള്ള കാതുള്ളവരാണ് ഈ കൂട്ടായ്മയിൽ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ. ഞാൻ പറയുമ്പോൾ അവർക്കൊക്കെ ഒരു യോഗി സ്വഭാവം ഉണ്ടെന്നാണ് പറയുക. കാര്യം ചെയ്യാനുള്ള ഇച്ഛാശക്തി, അതെങ്ങനെ ചെയ്യണം എന്നുള്ള ജ്ഞാനശക്തി, അത് ചെയ്യാനുള്ള കഴിവായിട്ടുള്ള ക്രിയാശക്തി, ഇത് മൂന്നുമാണ് മുരുകൻ. ഇത് മൂന്നുമാണ് മുരുകൻ്റെ രൂപം എന്നാണ് പറയുക. ഈ രണ്ട് ഫിൽറ്ററുകളുടെ ഇടയിലാണ് സോഷ്യൽ മീഡിയയിൽ കൂടെയുള്ള ധർമ്മപ്രബോധനം നടക്കുന്നത്. അപ്പോൾ അതിന് പറ്റുന്ന തരത്തിലുള്ളൊരു കൂട്ടായ്മ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ, ഇപ്പോൾ സെലിബ്രേറ്റ് ഭാരതിലൂടെയൊക്കെ പോലെ, അത് ഈ ധർമ്മത്തിൻ്റെ കരുത്തിന് വലിയ തരത്തിൽ ഭാവിയിൽ ഗുണം ചെയ്യുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഇപ്പം നമ്മൾ ഈ LMRKയുടെ ഒരു വേദിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ LMRKയുമായിട്ട് എങ്ങനെയാണ് ഒരു പരിചയം, അവരുടെ ഒരു അസോസിയേഷൻ എങ്ങനെയാണ്, ഏതൊക്കെ തരത്തിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്? ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് ഇതേട്ടൻ LMRK എന്ന് പറയുന്നത്. കാരണം ഇന്നത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ സൈന്യത്തിൽ അംഗങ്ങളാണെന്ന് വിശ്വസിക്കുന്ന എൻ്റെ കോൺസെപ്റ്റിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് നമ്മുടെ ഈ കൂട്ടായ്മയിലുള്ള ആളുകൾ മുഴുവൻ. നമ്മളൊക്കെ മുരുകസേനയിൽ അംഗങ്ങളാണെന്നുള്ള സങ്കല്പം ഉണ്ടല്ലോ. അതുപോലെ ഞാൻ എപ്പോഴും പറയാറുണ്ടാണ്, ഈ പറഞ്ഞ പോലെ നമ്മളൊക്കെ ഭഗവാന്റെ വിഭൂതിയാണ്. നമ്മളെ ഉപയോഗിച്ചിട്ട് വേണം ഭഗവാന് പുതിയൊരു ലോകം. അതിനിപ്പോൾ LMRKയുടെ കൺസെപ്റ്റിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ മയൂരയുഗം എന്നോ അല്ലെങ്കിൽ മുരുകയുഗം എന്നോ വട്ടവർ നമുക്ക് എടുക്കുന്ന പോലെ പറയാം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ കുമാരീകാണ്ഡത്തിൻ്റെ പുനഃസ്ഥാപനം എന്ന് പറയാം. അത് തന്നെയാണ് ധർമ്മ സംസ്ഥാപനം. അങ്ങനെയാണ് അതിനെ കാണുന്നത്. ഓരോ കാലത്തും ഭഗവാന്റേതായിട്ടുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ധർമ്മ സംസ്ഥാപനം ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിൽ ഈ കാലത്ത് ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്ന ഒരു കൂട്ടായ്മ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് LMRK എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം പല തരത്തിൽ അതിൻ്റെ ഇടപെടലുകൾ സമൂഹത്തിൽ ഇന്ന് ഈ ധർമ്മത്തിൻ്റെ മഹത്വം എന്താണെന്ന് മനുഷ്യർക്ക് മനസ്സിലാക്കാനുള്ള പ്രവർത്തനങ്ങൾ നിരവധിയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ രജിതേട്ടനുമായിട്ട് എനിക്ക് പേഴ്സണലായിട്ടുള്ള ബന്ധമില്ലെങ്കിൽ പോലും ഞങ്ങൾ ആദ്യം എനിക്ക് ഗുരുവായൂരപ്പനെ രജിതേട്ടനെ എനിക്ക് കാണിച്ചു എന്നുള്ളത് ഗുരുവായൂരപ്പനാണ്. ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പുറത്തുള്ള ആ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ നിന്ന് തൊഴുത് തിരിച്ച് മുറിയിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ കാണുന്നത് പ്രവർത്തകരുമായിട്ട് രജിതേട്ടൻ ഗുരുവായൂരമ്പലത്തിൻ്റെ കിഴക്കേ നേരെ കൂടെ അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് നടന്നു വരുന്നതാണ്. ഞാൻ അപ്പോൾ തന്നെ പോയി കൊണ്ട് നമസ്കരിക്കുകയും സംസാരിക്കുകയും എപ്പോഴെങ്കിലും കാണാം എന്ന് പറഞ്ഞിട്ട് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതലാണ് ഞാൻ രജിതേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയെ കാണുന്നത്. പക്ഷേ വ്യക്തിക്ക് ഉപരിയാണ് ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ സങ്കല്പം. അതിന് ഏറ്റവും നെടുനായകത്വം വഹിക്കുന്ന ഒരു ആളെന്നുള്ള ഒരു വലിയൊരു ഉത്തരവാദിത്തമാണ് രജിതേട്ടൻ ഏറ്റെടുത്തിട്ടുള്ളത്. രജിതേട്ടൻ തന്നെ പറയാറുണ്ട്, എന്നെ ഭഗവാൻ ഏൽപ്പിച്ചത് ഞാൻ ചെയ്യണമെന്ന് അദ്ദേഹം പറയാറുള്ളൂ എല്ലായിടത്തും. എന്നെ പഴനിയാണ്ടവൻ എന്ത് ഏൽപ്പിച്ചോ അത് ഞാൻ ചെയ്യുന്നു, അദ്ദേഹം പറയുന്നതിനനുസരിച്ച് ഞാൻ ചെയ്യുന്നു. അദ്ദേഹം പറയുന്നത് എന്താ? അദ്ദേഹവും ഭഗവാന്റെ ആയുധമാണ്. നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ ആയുധങ്ങളായിട്ട് മാറേണ്ട കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. എല്ലാ കാലത്തും നമുക്ക് ഈ പറയുന്നത് പോലെ കാണുന്നതൊക്കെ ബ്രഹ്മമാണല്ലോ, അതുകൊണ്ട് ഇതും ബ്രഹ്മത്തിൻ്റെ സങ്കല്പമായിട്ട് അങ്ങനെ നടന്നോട്ടെ എന്ന് വിചാരിക്കാൻ നമുക്ക് സാധിക്കില്ല. നമ്മൾ കൂടി ഇറങ്ങി പണിയെടുക്കണം. ആ നമ്മുടെ പങ്കാളിത്തത്തിന് വലിയ ഒരു സ്ഥാനമാണ് സനാതനധർമ്മത്തിലുള്ളത്. ഇല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാം വിധിയാണല്ലോ, വിധിയെ പോലെ വരട്ടെ എന്ന് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അത് എവിടെ എത്താൻ പോകുന്നില്ല. ഇറങ്ങി പണിയെടുക്കണം. ആ പണിയെടുക്കാനുള്ള ഒരു കൂട്ടായ്മയുടെ ഒരു ശക്തി ഈ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് LMRK ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തേക്ക് അതിനെ പ്രശംസിച്ചാലും മതിയാവില്ല എന്നാണ് എൻ്റെ പക്ഷം. അതുകൊണ്ട് പരമാവധി ആ പ്രവർത്തനങ്ങൾ കൂടെ ഒപ്പം നിൽക്കുക, അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി നമ്മളാൽ സാധിക്കുന്ന തരത്തിലുള്ള സഹകരണങ്ങൾ ചെയ്യുക എന്നുള്ളതിനാണ് എപ്പോഴും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ LMRK കേവലമായി ഈ ഒരു ഭക്തി പ്രചാരണം എന്നതിനപ്പുറം ഇതിൽ ഒരുപാട് ഈ ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്, ദേശഭക്തി ഉൾപ്പെടുന്നുണ്ട്. അപ്പം അതും ഈ നമ്മൾ കണ്ടു പരിചയിച്ച ഈ നമ്മുടെ ഈ ഭക്തിമാർഗം ഉണ്ടല്ലോ, അത് ഇതുമായിട്ട് ഏത് രീതിയിൽ പൊരുത്തപ്പെട്ട് പോകുന്നു എന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഞാനതാണ് പറഞ്ഞത്, ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഏത് മാർഗത്തിലൂടെയാണെങ്കിലും ധർമ്മ സംസ്ഥാപനമാണ് ഉദ്ദേശിക്കുന്നത്. ധർമ്മം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ ക്രമമാണത്. അതുണ്ടെങ്കിലേ പ്രപഞ്ചമുള്ളൂ. അപ്പം ധർമ്മത്തെ പുനഃസ്ഥാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിന് വേണ്ടിയിട്ട് തന്നെ നിലകൊള്ളുക എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം.
അപ്പം നമ്മൾ ഈ പറയുന്നത് പോലെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ധർമ്മത്തെ ശക്തിപ്പെടുത്തുക. നമുക്ക് എങ്ങനെയൊക്കെ ധർമ്മത്തെ ശക്തിപ്പെടുത്താൻ സാധിക്കും? ഒന്ന്, ഈ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ഭക്തി മാർഗത്തിൻ്റെ വേർഷൻ. രണ്ട്, നേരത്തെ പറഞ്ഞ ജിയോ പൊളിറ്റിക്കലായി പ്രകൃതിയെ തന്നെ ഈശ്വരനായിട്ട് കണ്ട് ആരാധിക്കുന്ന വേർഷൻസ് ഉണ്ട്. മൂന്ന്, നമ്മൾ ഈശ്വരനെ തന്നെയാണ് നമ്മുടെ ദേശത്തെ, നമ്മളെ ഭാരതത്തെ തന്നെ നമ്മൾ ദേവതാ സങ്കല്പത്തിൽ കാണുന്ന പാരമ്പര്യമാണ് നമുക്കുള്ളത്. ഇതൊക്കെ ചേർന്നതാണ് എലമാർക്ക് എന്ന് പറഞ്ഞ കൂട്ടായ്മ. ഇതിലൂടെയൊക്കെ ആത്യന്തികമായിട്ട് ഉണ്ടാവുന്നത് ഒരു സമൂഹത്തിൽ മുഴുവൻ ധർമ്മബോധമാണ്. വെച്ചാൽ താങ്കൾ ജനിച്ചിരിക്കുന്ന ഈ ധർമ്മം എന്ന് പറയുന്നത് ഇത്രയധികം മഹത്തരമായിട്ടുള്ള പാന്താവുകളുള്ളതാണ്. നിങ്ങൾക്കിതിൽ ഏത് പാന്താവിൻ്റെ കൂടെ വേണമെങ്കിലും ചേരാം. ഞങ്ങൾ അതിനെയൊക്കെ ചേർത്ത് പിടിക്കുന്നൊരു വിഭാഗമാണ്. ഞങ്ങൾക്കൊരു മാർഗം മാത്രമല്ല ഉള്ളൂ. ഞങ്ങളുടെ പല ശാഖകളിൽ നിങ്ങൾക്ക് ഏതിൽ വേണമെങ്കിലും പങ്കെടുക്കാം. അതുമായിട്ട് ഞങ്ങൾക്ക് ഒപ്പം നിന്നുകൊണ്ട് നിങ്ങൾക്കും എന്തിലേർപ്പെടാം? ധർമ്മ സംസ്ഥാപനത്തിൽ ഏർപ്പെടാം. അപ്പം അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ കൽക്കി വരാനായിട്ടും അല്ലെങ്കിൽ ഭഗവാന്റെ മറ്റ് അവതാരങ്ങൾ ഉണ്ടാവാനായിട്ടും കാത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ളതല്ല മാർക്കെ. എനിക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. കാരണം നമ്മളാണ് ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങേണ്ടത്. ഭഗവാൻ എന്നെ ഇത് ഏൽപ്പിച്ചിരിക്കുന്നു, ഇത് എൻ്റെ കർത്തവ്യമാണ്, എനിക്കെൻ്റെ ധർമ്മത്തിന് വേണ്ടി ചെയ്യേണ്ടത് ഇതാണ്. എൻ്റെ ഉള്ളിലിരുന്ന് എൻ്റെ ഭഗവാൻ പറയുന്നുണ്ട് ഇത് ചെയ്യൂ, ഇത് ചെയ്യൂ. അത് കേൾക്കാനുള്ള കാതുള്ളവരാണ് ഈ കൂട്ടായ്മയിൽ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ. ഞാൻ പറയുമ്പോൾ അവർക്കൊക്കെ ഒരു യോഗി സ്വഭാവം ഉണ്ടെന്നാണ് പറയുക. കാരണം ഭഗവാൻ അകത്തിരുന്ന് സംസാരിക്കുന്നത് കേൾക്കാനുള്ള ഒരു അകക്കണ്ണും ഒരു അകക്കാതും ഉള്ള ആൾക്കാർക്കേ അത് സാധിക്കുള്ളൂ. അത് സാധാരണക്കാർക്കും പ്രാപ്തിയാണെന്ന് എല്ലമാർക്ക് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കുറേ ഉപാസനാ പദ്ധതിയിലൂടെ അല്ലെങ്കിൽ നാമജപത്തിൻ്റെ ഒരു പാന്താവിലൂടെ അതിലേക്ക് എത്തിച്ചേരുന്ന ആ അവസ്ഥയുടെ തന്നെ ഒരു ഭാവത്തെ നിങ്ങൾക്ക് ഈ കൂട്ടായ്മയുടെ അംഗമായി ഇതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിങ്ങൾക്ക് അതിൻ്റെ ഭാഗമാവാമെന്ന് ഈ ഒരു കൂട്ടായ്മ തെളിയിക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെയും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ധർമ്മ സംസ്ഥാപനമാണെന്നുള്ള ബോധ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെപ്പോഴോ ഒരു മൊമെന്റിൽ തിരിച്ചറിയും എൻ്റെലുള്ള ഈ ഭഗവാൻ തന്നെയാണ് ഈ ധർമ്മ സംസ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന്. കാരണം ഇനി ഈ ഭൂമി പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തലമുറ കഴിഞ്ഞാലും ഇവിടെ ജീവിക്കേണ്ട നിരവധിയായിട്ടുള്ള തലമുറകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. അവർക്ക് ഈ പറയുന്ന ആശങ്കകളില്ലാതെ ഭയമില്ലാതെ ഈ ധർമ്മത്തിൽ ജനിച്ചതിൻ്റെ അഭിമാന ബോധത്തോടു കൂടി ജീവിക്കാനുള്ള പശ്ചാത്തലം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് അധ്വാനിക്കുക എന്നുള്ളത് മാത്രമേ നിവൃത്തിയുള്ളൂ. നോക്കൂ, ഇപ്പോൾ ഛത്രപതി മഹാശിവരാജ്, അത് ശിവജി മഹാരാജാവിനെ പോലെ അല്ലെങ്കിൽ നിരവധിയായിട്ടുള്ള ആളുകളെ പോലെ നമ്മുടെ ധർമ്മത്തിലുണ്ടായിരുന്ന, ഞാൻ റൂളേഴ്സിനെയാണ് പറയുന്നത്, അവർ ഈ പറഞ്ഞതുപോലെ ഇറങ്ങി പണിയെടുത്തത് കൊണ്ടാണ് നമുക്ക് ഇന്ന് സ്വാഭിമാന ഹിന്ദു എന്ന് പറയാൻ സാധിക്കുന്നത്. അല്ല, ഇതൊക്കെ വിധിയാണല്ലോ എന്ന് കരുതി നമ്മൾ സാത്വികമായിട്ടുള്ള മാർഗത്തിലൂടെ മാത്രം പോവേണ്ട സമാധാനവാദികളാണ് എന്ന രീതിയിൽ അവർ കൈയും കെട്ടി നോക്കിയിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് ജീവിക്കാനുള്ള ഈ ധർമ്മം ഇവിടെ ഏത് തോതിലുണ്ടാവും എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ വരുന്ന തലമുറയെ ഉദ്ദേശിച്ചിട്ടാണ് അവർ പണിയെടുത്തല്ലാണ്ട് അവർക്കിപ്പോൾ ഈ പറഞ്ഞതുപോലെ അവരുടെ ആയുസ് കഴിഞ്ഞാൽ അവർ പോകുന്നവർക്ക് അറിയായിരുന്നു. പക്ഷെ അവർ മിണ്ടാതിരുന്നില്ല, കൈയും കെട്ടി നോക്കിയിരുന്നില്ല, അവർ ഇറങ്ങി പണിയെടുത്തതിന് വരാനിരിക്കുന്ന തലമുറകൾക്ക് അഭിമാനത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു സംരക്ഷണ ബോധ്യം അവർക്കുണ്ടാവണം. ഒരാളും ഈ ഒരു ധർമ്മത്തിൽ വന്ന് ജനിച്ചതിൻ്റെ പേരിൽ തല കുനിച്ച് മറ്റൊരാളുടെ മുമ്പിൽ നിൽക്കേണ്ട അവസ്ഥ അല്ലെങ്കിൽ ഗതികേട് അവർക്കുണ്ടാവരുത്. ഈ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അത്ര മഹത്തരമാണ് എന്ന് ഇനി വരുന്ന തലമുറയും മനസ്സിലാക്കണമെന്ന് കരുതി നമുക്ക് മുമ്പ് സഞ്ചരിച്ച മഹാത്മാക്കൾ കഷ്ടപ്പെട്ടതിൻ്റെ ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. ആ ഡെപ്പോസിറ്റാണ് നമുക്കുള്ളത്. ഈ ഡെപ്പോസിറ്റിന് മുകളിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, തലമുറയ്ക്ക് ഉൾപ്പെടെ. ഇനി ഇത് അടുത്തൊരു തലമുറയ്ക്ക് കൊടുക്കുമ്പോൾ ഈ ഡെപ്പോസിറ്റ് കൂട്ടിയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. അല്ലാതെ മുമ്പുള്ള കാരണവന്മാർ തന്നത് നമ്മൾ അനുഭവിച്ചു, ഞങ്ങളിത് കഴിഞ്ഞു, നിങ്ങൾ എന്താ ആയിക്കോളും, അതല്ലല്ലോ. നമ്മൾ അതിനെ വളർത്തിയിട്ട് വേണം അടുത്ത ആൾക്കാർക്ക് കൊടുക്കാൻ. അപ്പം അവരോട് നമ്മൾ പറയുന്ന കാര്യമാണ്, ഞങ്ങളാൽ സാധിക്കുന്നത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആരാണ്? നിങ്ങളാണ്. ഇതൊരു തുടർച്ചയാണ്. ഇത് ഈ പറയുന്നത് പോലെ ഇതിൻ്റെ ഒരു പറയുന്ന ഒരു വിസ്തൃതിയിലേക്ക് ഇത് പോകുന്നു എന്ന് പറയുന്നത് അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ കാണിക്കുന്നത്. ഇപ്പോൾ പല പ്രദേശങ്ങളിലും പ്രവർത്തകരുണ്ടാവുന്നു, നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുന്നു എന്നുള്ളത് അത് അവിടെ മാത്രം ഒതുങ്ങി നിൽക്കില്ല, അതിന് തുടർച്ച ഉണ്ടാവും. അതിന് ആ തുടർച്ച എന്ന് പറഞ്ഞാൽ തലമുറകളോടും ചിലപ്പോൾ ഉണ്ടായിക്കോളും. ഇപ്പോൾ ഗുരുദേവൻ എന്ന് പറയുന്ന ഒരു മഹാത്മാവ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്, അല്ലേ? മനത്ത് പത്മനാഭൻ എന്ന് പറഞ്ഞൊരു മഹാത്മാവ് ഉണ്ടാക്കിയ പ്രസ്ഥാനത്തിൻ്റെ തുടർച്ച നമ്മൾ ഇന്ന് അനുഭവിക്കുന്നുണ്ട്. അയ്യങ്കാളുടെ പ്രസ്ഥാനത്തിൻ്റെ തുടർച്ച നമ്മൾ തുടർച്ചയിലൂടെ ഇത് സാധിക്കുള്ളൂ. അപ്പം തുടർച്ചയിലേക്കുള്ള ഒരു മൂലധനം, അത് അറിവായിട്ടും കരുത്തായിട്ടും, ഇത് രണ്ടും എല്ലമാർക്കേ കൊടുക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും, വെറും അറിവ് മാത്രം കൊടുക്കുക എന്നുള്ളതല്ല, ഒരു കരുത്തും കൊടുക്കുന്നുണ്ട്, ഒരു അറിവും കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ഉണ്ടെങ്കിലാണ് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ഈ ജ്ഞാനശക്തി ക്രിയാശക്തി എന്ന് പറയും. ആ മുരുകൻ്റെ പ്രാധാന്യത്തിൽ ഏറ്റവും കൂടുതൽ വരുന്ന രണ്ട് പാരമ്പര്യമാണ് ഈ ജ്ഞാനശക്തിയും ക്രിയാശക്തിയും. പല ആചാര്യന്മാരും വ്യാഖ്യാനിക്കാറുണ്ട് ഭഗവാന്റെ ഈ മയിലും കോഴിയും.
കൊടിയടയാളവും വാഹനവും അത് ജ്ഞാനശക്തിയും ക്രിയാശക്തിയാണെന്ന്. കാരണം ചെയ്യാനുള്ള ശേഷി, അതാണ് ക്രിയാശക്തി. ചെയ്യാനുള്ള ശേഷി ഉണ്ടാവണമെങ്കിൽ എങ്ങനെ ചെയ്യണമെന്ന് അറിയണം, അതാണ് ജ്ഞാനശക്തി. അതിൻ്റെ കൂടെ പുറമെ ഇച്ഛാശക്തിയും പറയാറുണ്ട്. ഈ 3 ശക്തിയാണ് പ്രധാനമായിട്ടും വേണ്ടത്. ഒരു കാര്യം ചെയ്യാനുള്ള ഇച്ഛാശക്തി, അതെങ്ങനെ ചെയ്യണം എന്നുള്ള ജ്ഞാനശക്തി, അത് ചെയ്യാനുള്ള കഴിവായിട്ടുള്ള ക്രിയാശക്തി. ഇത് 3ആണ് മുരുകൻ. ഇത് 3ആണ് മുരുകൻ്റെ രൂപം എന്നാ പറയുക. അതാണ് നമ്മൾ സാധാരണക്കാരിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. നമ്മുടെ ധാരണ ഇപ്പം സുബ്രഹ്മണ്യ സ്വാമിയുടെ ആരാധന എന്നൊക്കെ പറയുമ്പോൾ, ഉപാസന എന്നൊക്കെ പറയുമ്പോൾ വലിയ ക്രമമാണ് അതിന്. ഒരുപാട് ശുദ്ധിയൊക്കെ വേണ്ട വലിയ രീതിയിലുള്ള പ്രോസസ്സാണ്. പക്ഷേ നമുക്ക് എന്താ വെച്ചാൽ നമുക്കും ഭഗവാന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്, ഇപ്പോൾ ഭഗവാനെ ദേവസേനാധിപതി എന്നുള്ള സങ്കല്പത്തിൽ കാണുമ്പോൾ അറ്റ്ലീസ്റ്റ് ഭഗവാനാവാൻ സാധിച്ചില്ലെങ്കിലും ഭഗവാന്റെ സേനയിൽ അംഗമെങ്കിലാവുക എന്നുള്ളതാണ്. കാരണം ഭഗവാൻ ചെയ്യുന്നതും നമ്മൾ ചെയ്യുന്ന ഒരേ പ്രവർത്തനം തന്നെയാണ്. പിന്നീട് നമുക്ക് മനസ്സിലാവും, ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ സാരൂപ്യം, ഭഗവാന്റെ കുടുംബത്തിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ വൈകുണ്ഠത്തിലുള്ള ആൾക്കാരൊക്കെ 4 കൈയോടുകൂടി കണ്ടു എന്ന പോലെ നമ്മളും മുരുകൻ തന്നെയാണ് എന്നുള്ളൊരു ഭാവം ഭാവിയിൽ നമുക്ക് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക എന്നുള്ളതാണ് എല്ലമാർക്കെ ചെയ്യുന്നത്. അത് ഇന്നത്തെ സനാതനധർമ്മത്തിൻ്റെ ഉണർവിന് വലിയ തരത്തിൽ കാരണമായിട്ടുണ്ടെന്ന് പറയാതെ വയ്യ. കാരണം ഇപ്പോൾ മാഘം, ഇപ്പോൾ നമ്മൾ കുംഭമേള കേരളത്തിന് എന്ന് വിളിക്കുന്ന സമയത്ത് നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങൾ, ലോകം മുഴുവനുള്ള സ്ഥലങ്ങളിലും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, അഗ്നിയാഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ ധർമ്മം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, നിഷ്ക്രിയത്വത്തിൻ്റെ ധർമ്മം അല്ല എന്നുള്ളൊരു ചിന്താഗതി പൊതുസമൂഹത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. അത് വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ഏത് നേരം ഈ തപസ് അല്ലെങ്കിൽ ധ്യാനം അങ്ങനെയുള്ള ഒരു ചിന്ത മാത്രമുള്ള ആൾക്കാരാണെന്നൊരു പൊതുബോധം സൃഷ്ടിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ചില ആൾക്കാരുടെ തലയിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അടിയാണ് എല്ലമാർക്ക്. കാരണം ഇറങ്ങി പണിയെടുക്കുന്നവരുടെ സംഘടനയാണ്. അത് ചെറിയ കാര്യമല്ല. ഇന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ധാർമ്മികമായിട്ടുള്ള പിന്തുണ സമൂഹത്തിൽ നിന്ന് കൊടുക്കുക എന്നാണ് നമ്മൾ വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഈ എല്ലമാർക്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഈ വിസ്മൃതിയിലാണ്ടുപോയ പല കാര്യങ്ങളെയും വീണ്ടെടുക്കൽ ഒരു പ്രധാന ദൗത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പറയപ്പെടാതെ പോയ ചരിത്രങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ മുനിമാരുടെ അല്ലെങ്കിൽ സിദ്ധന്മാരുടെ ഒക്കെ ജീവിതങ്ങൾ ആധുനിക കാലത്ത് പരിചയപ്പെടുത്തുക എന്നുള്ള ദൗത്യം കൂടി ചെയ്യുന്നത്. അത് എത്രത്തോളം സാധ്യമാണ്? കാരണം നമ്മൾ കേട്ട് കണ്ട് ശീലിച്ചതിലൊന്നും ഇതൊന്നും പെടുന്നില്ല. അപ്പോൾ ഈ ആധുനിക കാലത്ത് എത്രത്തോളം സാധ്യതയുണ്ട് അതിന്? നോക്കൂ, നമ്മൾ ഓരോ കാലഘട്ടത്തിലും അതിൻ്റെതായിട്ടുള്ള മാർഗങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ സക്സസ് റേറ്റ് പ്രതീക്ഷിക്കാതെ ഇതിനു വേണ്ടി പ്രയത്നിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഉയർന്ന സക്സസ് റേറ്റ് ഉണ്ടാവും എന്നുള്ളതാണ് പാരമ്പര്യം നമുക്ക് കാണിച്ചു തന്നുള്ളത് എപ്പോഴും. അപ്പോൾ നേരത്തെ ഭഗവാൻ പറയുന്ന പോലെ ഈ ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഫലം ഉണ്ടാവും എന്നാണ് പറയുക. ഇപ്പോൾ നമ്മളൊക്കെ തന്നെ, ഇപ്പോൾ ഇതേണാണെങ്കിലും പലതരത്തിൽ യാത്രകൾ ചെയ്തുകൊണ്ടും ഇപ്പോൾ ഭഗവാൻ എന്നെ ആ ഭാഗത്തേക്ക് അയച്ചു, അല്ലെങ്കിൽ അവിടെ എന്നോട് ഈ കാര്യം ചെയ്യാൻ പറഞ്ഞു എന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ടൂളായിട്ടാണ് അദ്ദേഹം സ്വയം അദ്ദേഹത്തെ തന്നെ കാണുന്നത്. ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ലെവൽ, അല്ലെങ്കിൽ അദ്ദേഹം കൊടുക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരുടെ കോൺഫിഡൻസ് ലെവലാണ് ഭഗവാൻ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ ഒരു ദൗത്യവും പൂർത്തിയാക്കാൻ സാധിക്കുന്നുള്ളത്. അതിന് ഈ നേരത്തെ പറഞ്ഞ പോലെ പ്രതിബന്ധങ്ങളുടെ തടസ്സം ഒരു വിഷയമല്ല. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നരസിംഹാവതാരം ഭഗവാൻ എടുത്ത സമയത്ത് എത്രയോ പ്രതിബന്ധങ്ങളായിരുന്നു. ഇതിനെ ഈ ഒരു കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണം, എന്നാൽ ഇയാളെ കൊല്ലാൻ വേണം എന്നുള്ള ഒരു സ്ട്രാറ്റജിക് കണ്ടീഷനാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിനെ മറികടക്കാനുള്ള ശേഷി ഭഗവാൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ലോജിക്ക് അനുസരിച്ചിട്ട് ആ ഭഗവാൻ തന്നെ, ആ ലോജിക്കുള്ള ഭഗവാനാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. ആ ഭഗവാനെയാണ് ഇപ്പം എല്ലമോർക്കയുടെ കൺസെപ്റ്റിൽ നമ്മൾ മുരുകൻ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമി എന്ന് വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നോക്കൂ, അദ്ദേഹം ഇറങ്ങി പണിയെടുക്കണ ഭഗവാനാണ് എപ്പോഴും. നിങ്ങൾക്ക് മുരുകനെ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും നോക്കിയാൽ അദ്ദേഹം ക്രിയാശേഷി ഇങ്ങനെയുള്ള ഒരു ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കില്ല എന്ന് ബൈബിൾ പറയാറുണ്ട്. എപ്പോഴും ഓടി നടന്ന് പണിയെടുക്കണ ഭഗവാൻ. ഇപ്പം ഈവൻ നോക്കൂ, ഈ കഥയായിട്ടാണ്, അതൊക്കെ വെറും കഥകളായിട്ടാണ് ഞാൻ അതിനെ കാണാറുള്ളത്. ഇപ്പം ഈ ജ്ഞാനപ്പഴത്തിൻ്റെ കഥ പറയുമല്ലോ, ഈ ശിവകുടുംബത്തിലേക്ക് ഒരു പഴം കിട്ടുന്നു. ആ പഴം കിട്ടുന്ന സമയത്ത് മാതാപിതാക്കൾ പറയുന്നു, പ്രപഞ്ചം മുഴുവൻ പ്രദക്ഷിണം ചെയ്തു വരുന്ന ആൾക്ക് ഈ ഒരു പഴം ലഭിക്കുന്നു. അപ്പോൾ മഹാഗണപതി പോയിട്ട് ഭഗവാന്റെ അച്ഛനെയും അമ്മേനെയും പ്രദക്ഷിണം. അവിടെ മുരുകൻ ചെയ്തത് എന്താണ്? അദ്ദേഹം ഇറങ്ങി പണിയെടുക്കുക ചെയ്തത്. പ്രപഞ്ചം മുഴുവൻ ചുറ്റിയിട്ട് വരും അദ്ദേഹം ചെയ്യുന്നത്. ദേവസൈന്യാധിപനായിട്ട് താരകനെയും ശൂരപത്മനെയൊക്കെ കൊല്ലാൻ പോകുമ്പോഴും ഭഗവാൻ ചെയ്യണത് എന്താണ്? ഇറങ്ങി പണിയെടുക്കുക ചെയ്യുന്നത്. അരുണഗിരിനാഥൻ പോലത്തെ ആൾക്കാർക്ക് അറിവ് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം എന്താ ചെയ്യുന്നത്? ഇറങ്ങി പണിയെടുക്കുക. അങ്ങനെ ഇറങ്ങി പണിയെടുത്താലേ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. നമ്മളിങ്ങനെ തത്വചിന്തയൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാകും, പക്ഷെ അതിന് റേറ്റ് കുറവായിരിക്കും. പക്ഷെ ഇറങ്ങി പണിയെടുക്കുമ്പോൾ ഉണ്ടാവുന്ന റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കാത്ത റേറ്റ് ആയിരിക്കും. അപ്പം അതുകൊണ്ട് ഈ തടസ്സങ്ങൾ, അതിൻ്റെ പ്രതിസന്ധി, ഇന്നത്തെ കാലത്ത് അത് സാധ്യമാണോ അല്ലേ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ വിഷയമാണ്. ഇറങ്ങി പണിയെടുത്താൽ അതിൽ മാറ്റം ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല.
ഇപ്പം നവമാധ്യമ കാലമാണ്. ഇപ്പോൾ LMRK സല്യൂട്ട് ഭാരത് എന്ന പേരിൽ ഒരു സങ്കല്പത്തിൽ ഇറങ്ങി പുറപ്പെടുകയാണ്. ആ സംരംഭത്തെക്കുറിച്ച് എന്താണ് ഞാൻ പറഞ്ഞല്ലോ, ഒരു 1000 പ്രഭാഷണങ്ങൾ കേൾക്കാൻ വരുന്ന ആളുകളുടെ ഒരു കണക്ക് അതായിരിക്കില്ല ചിലപ്പോൾ ഒരു വീഡിയോ നമ്മൾ യൂട്യൂബിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിലൂടെ കിട്ടുന്നൊരു ഫീഡ്ബാക്ക്. ലൈവായിട്ട് കേൾക്കുന്നതും നവമാധ്യമങ്ങൾ ഉപയോഗിച്ച് കേൾക്കുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട വ്യത്യാസം അതിൽ എത്രത്തോളം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കാണുന്ന ആൾക്കാർക്ക് സാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഒന്നാണ്. ചിലപ്പോൾ തമാശയായിട്ട് പറയാം, ഇപ്പോൾ എന്തായാലും കുറേ നേരം നമ്മൾ സീരിയസ് ആയിട്ട് സംസാരിച്ചാൽ, ഇപ്പോൾ ഒരു പ്രഭാഷണത്തിന് പോയ സമയത്ത് ഒരു ചേച്ചിനോട് പറഞ്ഞ കാര്യം ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അവർ പറഞ്ഞു, വ്യാസം ഞാൻ വീഡിയോകളും പ്രഭാഷണങ്ങളൊന്നും യൂട്യൂബിൽ കാണാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നമ്മൾ കണ്ടുവരുന്ന വീഡിയോകളിലെ സജഷൻസ് താഴെ ഉണ്ടാവും. അപ്പോൾ ഒരു ധർമ്മ പ്രഭാഷണം കേൾക്കുന്ന സമയത്താവും താഴെ ഈ ഡിഷ് എങ്ങനെ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഈ ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ വീഡിയോ. അപ്പോൾ ശ്രദ്ധ പോയി. ഇതൊരു ലൈവ് പ്രഭാഷണത്തിൽ ചിലപ്പോൾ ആവശ്യമില്ല, കാരണം കേൾക്കുന്ന ആളുകളുടെ കൂടെ നമ്മൾ അതിന് കേട്ടുകൊണ്ടിരിക്കും എന്ന് കരുതി എല്ലാ ആൾക്കാരും ഇങ്ങനെ ശ്രദ്ധ പോകുന്ന ആൾക്കാരാണെന്നില്ല. താല്പര്യമുള്ളവർ ഇരുന്ന് കേൾക്കും. ഇപ്പോൾ ഇന്നലെ ഇവിടെ വന്ന ശരത്തേട്ടൻ്റെ പ്രഭാഷണങ്ങൾ പലതും 3 മണിക്കൂർ 3.5 മണിക്കൂറൊക്കെയാണ് ഓൺലൈൻ ഉണ്ടാവുക. അത് എപ്പോഴും പറയാനുള്ളതാണ്, താല്പര്യമുള്ളവർ 3.5 മണിക്കൂറും കേൾക്കും, അവന് ശ്രദ്ധ പോകില്ല. അതുപോലെ ശ്രദ്ധ ഉണ്ടാക്കിയെടുക്കാനുള്ള അല്ലെങ്കിൽ ശ്രദ്ധ ഉള്ള ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട്. അവരിലേക്ക് അറിവിനെ എത്തിക്കാനുള്ള ശ്രമമാണ് ഇത്തരത്തിലുള്ള നവമാധ്യമങ്ങളിലൂടെ ഉണ്ടാവേണ്ടത്. ഇപ്പോൾ LMRK സംബന്ധിച്ചിടത്തോളം അവിടെ ഈ ഫിൽറ്ററിൻ്റെ ആവശ്യമില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സോഷ്യൽ മീഡിയയിൽ ഫിൽറ്റർ വേണം. പറയുന്ന ആൾക്കും വേണം, കേൾക്കണവർക്കും വേണം. എന്തും പറയുമ്പോൾ പ്രമാണം ഉദ്ധരിച്ച് മാത്രം സംസാരിക്കുക എന്നുള്ളതാണ് പറയുന്ന ആൾക്ക് വേണ്ട ഫിൽറ്റർ. ഒരു കാര്യം പറയാൻ ശ്രമിക്കുന്നതിന് മുമ്പ് ഇത് ധർമ്മത്തിന് യോജിക്കുന്നതാണോ, ഈ ധർമ്മത്തിന് കോട്ടുണ്ടാക്കണതാണോ, ഇത് പറയുമ്പോൾ ആളുകൾ എങ്ങനെ എടുക്കും, ഈ 3 ഫിൽറ്റർ കൂടെ വേണം ഒരു കാര്യം സ്വീകരിച്ചിട്ട് എന്നിട്ട് വേണം ഡെലിവറി ചെയ്യാൻ. രണ്ടാമത്, ഒരാൾ കേൾക്കുന്ന സമയത്ത് എന്താണ് ഈ പറഞ്ഞ ആൾ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു മിനിമം കഴിവ് അയാൾക്ക് വേണം. എന്തിനേയും ബ്ലൈൻഡായിട്ട് വിഴുങ്ങുക എന്നുള്ളതും ശരിയല്ല. ഈ 2 ഫിൽറ്ററുകളുടെ ഇടയിലാണ് സോഷ്യൽ മീഡിയയിൽ കൂടെയുള്ള ധർമ്മപ്രബോധനം നടക്കുന്നത്. അപ്പോൾ അതിന് പറ്റുന്ന തരത്തിലുള്ളൊരു കൂട്ടായ്മ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ, ഇപ്പോൾ സല്യൂട്ട് ഭാരതിലൂടെയൊക്കെ പോലെ, അത് ഈ ധർമ്മത്തിൻ്റെ കരുത്തിന് വലിയ തരത്തിൽ ഭാവിയിൽ ഗുണം ചെയ്യുന്നതാണ് എൻ്റെ പ്രതീക്ഷ. നിരവധിയായിട്ടുള്ള പ്ലാറ്റ്ഫോംസ് നമുക്ക് ഉണ്ടെങ്കിൽ പോലും ഓരോന്നും ആഡ് ചെയ്യുമ്പോഴും ശക്തി കൂടുകയുള്ളൂ. കുറേ എണ്ണം ഉണ്ടല്ലോ പുതിയത്, അങ്ങനെയുള്ള ചിന്തയൊന്നും വേണ്ട. നമുക്ക് നമ്മുടെ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് അങ്ങനെ ഒരു രീതിയിലുള്ള പശ്ചാത്തലം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അത് ഭാവിയിലേക്ക് നമ്മൾ അടുത്ത തലമുറയ്ക്ക് കൂടി കൊടുക്കാവുന്ന ഒരു സ്വത്തായിട്ട് അത് മാറും. ഈ നേരത്തെ പറഞ്ഞ ഡെപ്പോസിറ്റ് കൂട്ടിയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞല്ലോ, അതിലൊരു അസറ്റായിട്ട് ഈ പ്ലാറ്റ്ഫോം കൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. കാരണം ആ അടുത്ത തലമുറ അത് ഉപയോഗിച്ചോളും. അവർക്ക് ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്, നോക്കൂ, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ചലഞ്ചാണ്. ഇപ്പോൾ ഒരു 500 വർഷം മുമ്പ്, അല്ലെങ്കിൽ പോട്ടെ 100 വർഷം മുമ്പ് സാങ്കേതിക വിദ്യ ഇത്രയധികം നമുക്ക് വൈഡായിട്ട് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ എത്ര അമൂല്യമായിട്ടുള്ള അറിവ് നമുക്ക് ഡോക്യുമെൻ്റ് ചെയ്യായിരുന്നു. ഉറപ്പായിട്ടും എത്ര അറിവുള്ള ആൾക്കാർ നമ്മുടെ ഇടയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. എത്ര ഡോക്യുമെന്റ്സ് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ ശരത്തേനൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഇൻട്രോ കൂടുതലൊരു അമ്പലത്തിൽ പറഞ്ഞപ്പെട്ട എത്രയോ അമ്പലങ്ങളിലുള്ള ഡോക്യുമെന്റ്സ് ആണ് അദ്ദേഹം ഡിജിറ്റലൈസ് ചെയ്തിട്ടുള്ളത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഇനി വരുന്ന തലമുറയ്ക്ക് ഉപയോഗിക്കാനുള്ള ഡോക്യുമെന്റ് ആയിട്ട് അത് അവിടെ കിടക്കും. കാലാകാലം ഡിജിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ ഉണ്ടാവും. ഈ ഒരു സൗകര്യം നമുക്കൊരു 100 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കിട്ടുന്ന അറിവിൻ്റെ അളവിന് ഇതിനേക്കാൾ എത്രയോ മഹത്തരായിട്ടുള്ള അറിവുകൾ നമുക്ക് കിട്ടുമായിരുന്നു. അപ്പം അതുകൊണ്ട് ഈ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ സത്യം പറഞ്ഞാൽ ചെയ്യുന്നത് ഈ അറിവുകളുടെ ഒരു കേന്ദ്രീകരണം കൂടിയാണ്. ഇതിനെക്കുറിച്ച് താല്പര്യമുള്ള ആളുകൾക്ക് ഇതൊക്കെ അന്വേഷിച്ച് എവിടെ പോകും എന്നുള്ള സംശയം ഉണ്ടാവുന്ന സമയത്ത് ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ കൊടുത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ളതും അറിയേണ്ടതും ഇനി ഭാവിയിൽ ഉപകരിക്കാൻ പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിലൂടെ കണ്ടുപിടിക്കാം, മനസ്സിലാക്കാം. സ്വാധ്യായം ചെയ്താൽ സ്വാനുഭവത്തിലൂടെ മനസ്സിലാക്കാമെന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ അതിനെ ഏറ്റെടുത്തോളും. ഉറപ്പായിട്ട് അത് വളരെ നല്ലൊരു കാര്യമാണ്. ഇനീഷ്യേറ്റീവിന് ഗുരുവായൂരപ്പന് എല്ലാ അനുഗ്രഹം ഉണ്ടാവട്ടെ മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ. താങ്ക് യു സോ മച്ച്.